people then go say I know one buy, I know one die, I know one baby. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ അങ്ങനെ ധനുഷിന്റെ 50ാമത്തെ ചിത്രമായ രായൻ മൂവി ആക്ച്വലി നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ തന്നെ മൂവി കണ്ടിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ നൈറ്റ് ഷോയ്ക്കാണ് പോയത്. രാവിലെ ഡെഡ് പൂളൊക്കെ കാണാൻ പോയേക്കുമായിരുന്നു. സോ അതുകൊണ്ട് രാത്രിത്തെ ഷോയ്ക്കാണ് പോയത്. ആക്ച്വലി ഇപ്പോഴും ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല. നല്ല കിഡിലോസ്കി ആയിട്ട് കിടന്ന് ഉറങ്ങണം ഇതൊന്ന് കഴിഞ്ഞിട്ട്. സോ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കിഡിലോസ്കി ആയിട്ടുള്ള നല്ലൊരു വയലൻസ് നിറഞ്ഞ ഒരു മൂവിയാണ് ധനുഷ് എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ കണ്ടിട്ടുള്ള സെയിം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് ദ മേക്കിംഗ് വാസ് സൂപ്പർബാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കുമ്പോൾ ധനുഷ്, എസ് സൂര്യ, സുദീപ് കൃഷ്ണൻ, കാളിദാസ് ജയറാം, സെൽവരാമൻ, പ്രകാശ് രാജ്, തുഷാര വിജയൻ, അപർണ ബാലമുരളി, വരലക്ഷ്മി ശരത്കുമാർ. സോ ഇത്രയും പേരാണ് ഇതിനകത്ത്. ധനുഷ്, കാളിദാസ് ജയറാം, സുദീപ് കൃഷ്ണ അവർ ബ്രദേഴ്സ് ആണ്. പിന്നെ തുഷാര എന്ന് പറയുന്നത് അവർ സിസ്റ്റർ ആയിട്ടാണ്. പിന്നെ അപർണ ബാലമുരളി വരുന്നത് സുദീപ് കൃഷ്ണയുടെ പേരായിട്ടാണ് വരുന്നത്. വരലക്ഷ്മി ശരത്കുമാർ ആണെങ്കിൽ നമ്മുടെ എസ് സൂര്യയുടെ ഫസ്റ്റ് വൈഫായിട്ടാണ് വരുന്നത്. സെക്കൻഡ് വൈഫായിട്ട് വേറൊരാളുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. ആക്ച്വലി ഇതിനകത്ത് ബ്രദേഴ്സ് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടും ശത്രുക്കളാവുന്നതും ഇതൊക്കെ തന്നെയാണ് കഥ സ്റ്റോറീസ് വരുന്നത്. ഇതിനകത്ത് ധനുഷിന്റെ പെങ്ങളാട് അഭിനയിച്ച തുഷാര, പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. ഭയങ്കര രസമാണ്. പുള്ളിക്കാരത്തിലെ കുറച്ച് വയലൻസ് നിറഞ്ഞ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ് സംഭവം. സുദീപിന്റെ, അപർണ ബാലമുരളിയുടെ നൈസ് ഒരു ലവ് സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് നമ്മുടെ മല്ലിപ്പൂ ആ ഒരു പാട്ടിന്റെ ആ ഒരു ടച്ച് ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഡാൻസ് ആണ്, ഒരു റൊമാൻറ്റിക് ഡാൻസ് ആണ്. സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. റഹ്മാന്റെ മ്യൂസിക് ഒക്കെ നല്ല വേറെ ലെവലായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ സീൻസിനും ആവശ്യമുള്ള BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൈസായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സെൽവരാഘവനാണെന്നുണ്ടെങ്കിൽ പോലും നൈസായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റോറീസ് ഭയങ്കര പ്രിഡക്റ്റബിൾ ആണ്. നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതായിരിക്കും അവസാനം. ഫുൾ നമുക്കറിയാം. ബട്ട് ദ മേക്കിംഗ് വാസ് സൂപ്പർ. ഭയങ്കര നൈസായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ധനുഷിന്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ പോലും പുള്ളിയുടെ രൂപം കണ്ടാൽ തന്നെ നമുക്കറിയാം, ഓക്കെ പുള്ളി ഇച്ചിരി സീനാണ്, പുള്ളി ഇച്ചിരി വിഷയമാണ്, ഇവൻ്റെ അടുത്ത് അറിഞ്ഞ് നിന്നില്ലെന്നുണ്ടെങ്കിൽ പണി പാളും എന്നുള്ള നമുക്ക് ഓവർ എന്താ പറയുക പറച്ചിലൂടെ നമുക്ക് അധികം ബിൽഡപ്പ് കൊടുക്കണ്ട. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു രൂപം കണ്ടാൽ തന്നെ നമുക്ക് അറിയാം പുള്ളി ഇച്ചിരി സീനാണ്. സംഭവം അതുപോലെ തന്നെയാണ്. അതുപോലെ പ്രകാശ് രാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ഇതിനകത്തൊരു പോലീസുകാരനായിട്ടാണ്. പുള്ളിക്കാണെങ്കിൽ കുറച്ച് സ്പേസസേ ഉള്ളൂ, ബട്ട് ഉള്ള സ്പേസിലെല്ലാം നല്ല കിഡിലോസ്കി ആയിട്ടാണ് പെർഫോം ചെയ്തത്. എസ് സൂര്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് നൈസാണ്, ബട്ട് എസ് സൂര്യയുടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരന് പെർഫോമൻസ് ലെവൽസ് കുറച്ച് കുറവാണ്. ബട്ട് എന്നാൽ പോലും ഈ പടത്തിന് വേണ്ട സാധനങ്ങൾ എസ് സൂര്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ നൈസ് പടമാണ്. വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് തരുന്ന ഒരു പടമാണ് രായൻ. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പടമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ എഡ്ജ് ഓഫ് ദ സീറ്റ് കൊണ്ടിരുത്തുമെന്നോ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ പോലും നൈസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പടമാണ് രായൻ. പടത്തിന്റെ പല ആൾക്കാരും കിൽ മൂവി ആയിട്ടൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കില്ല് വേറെ, ഇത് വേറെ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യില്ല. സോ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. Just to make your money day. But my people then go say I know one buy, I know one die, I know one baby.